നമുക്ക് എല്ലാവർക്കും കൂടെ ഇതൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ഇന്നിവിടെ ഡോങ്കി ഫാമിൽ പോയി. നല്ല രസമുണ്ടായിരുന്നു. അവരെയൊക്കെ കളിപ്പിക്കാനും അവരുടെ കൂടെയൊക്കെ ഇണങ്ങാനൊക്കെ പറ്റും. അടിപൊളിയായിരുന്നേ. ഹലോ കൂട്ടുകാരെ, എന്നുണ്ട് വിശേഷമൊക്കെ? ഇന്ന് ഈശോടും അതിനും നമ്മളോട് സംസാരിക്കുന്നത് യോന 2:2 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. അപ്പം ഞാൻ പറയുന്നില്ല കഷ്ടതയിൽ മാത്രമാണ് ഈശോയെ വിളിക്കാമുള്ളൂ എന്ന് പറയുന്നില്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ പലരും അങ്ങനെയാണ്. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടോ വിഷമോ ഒക്കെ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്കിങ്ങനെ ഒരു ഈശോ ഉണ്ടല്ലേ, നമുക്കിങ്ങനെ ഒരാളുണ്ടല്ലേ എന്ന് നമ്മൾ ഓർക്കാറുള്ളൂ. സത്യമാണത്. അപ്പം ഇച്ചിരി വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് എന്തിനു നല്ലത്, നമ്മൾ ഈശോയെ മറക്കാതിരിക്കാൻ നല്ലത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടോ വിഷമോ ഒക്കെ വരുമ്പം ഈശോയെ വിളിച്ച് അപേക്ഷിക്കുക. ഈശോ നമ്മളെ വിടുവിക്കും, ഈശോ നമ്മളെ രക്ഷിക്കും, ഈശോ നമുക്ക് താങ്ങായിരിക്കും, തണലായിരിക്കും, ഈശോ നമുക്ക് വലിയ വിജയം തരുമെന്നാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. ഈ വചനം എല്ലാവരും പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ഈശോ അനുഗ്രഹിക്കും.